ഗൈസ്, ഇപ്പം ഞാനുണ്ടല്ലോ ഓഫീസിൽ നിന്ന് വന്നിട്ട് പിള്ളേർക്ക് ഡാൻസ് ഉണ്ട്, ഇവക്കും മാളൂനും. അപ്പോൾ രണ്ടുപേരെയും കൂടെ ഡാൻസ് സ്കൂളിൽ കൊണ്ടുപോയി വിടണം. അതിന് ഇവള് വീട്ടിൽ വന്നു. ഇനിയിപ്പോൾ മാളൂനെ പോയി നമുക്ക് സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്ത് അവരെ കൊണ്ടുപോയി ഡാൻസ് സ്കൂളിൽ വിട്ടിട്ട് വേണം ഇനി രാത്രിയിലേക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്നാണെന്നറിയോ? നല്ല കുടംപുളി ഇട്ട് കോട്ടയം സ്റ്റൈലിലൊരു മീൻകറിയും പിന്നെ നല്ല പുഴുക്കില്ലേ, കഴിഞ്ഞ ദിവസം ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാച്ചിലും ചേമ്പും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അതവിടെ ഇരിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് റീന പറഞ്ഞു അന്ന് അത് പുഴുക്കാക്കാൻ പറഞ്ഞു. കായും കൂടെ വാങ്ങിച്ചൊരു പുഴുക്കും മീൻകറിയും കൂടെ ഒക്കെ ആകുമ്പം അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ ഇന്ന് അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറി സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ബാക്കി വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങിക്കണമല്ലോ. അപ്പോൾ അതെല്ലാം വാങ്ങിച്ചിട്ട് പോകാം. ആദ്യം നമുക്ക് മാളൂനെ പിക്ക് ചെയ്യാൻ പോകാം കേട്ടോ. അങ്ങനെ ഞാൻ മാളൂനെയൊക്കെ പിക്ക് ചെയ്ത് നേരെ രണ്ടുപേരും കൂടെ ഡാൻസ് സ്കൂളിലൊക്കെ വിട്ട് നമ്മുടെ ഹൈഡി സൂപ്പർ മാർക്കറ്റിൽ വന്നു. സൂപ്പർ മാർക്കറ്റില്ല, ഹൈപ്പർ മാർക്കറ്റ്. അവിടെ വന്ന് എനിക്ക് ആവശ്യമുള്ള പച്ചക്കറികളും പിന്നെ അല്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. കറിവേപ്പില മസ്റ്റാണല്ലോ. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാം കൂടെ ചടപടാന്ന് ഇരുന്ന് അരിഞ്ഞ് എല്ലാം സെറ്റാക്കി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയായിരുന്നു എൻ്റെ ലക്ഷ്യം. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്തുണ്ടല്ലോ കുറേ ആൾക്കാരുടെ ഡൗട്ടായിരുന്നു എനിക്ക് കുക്ക് ചെയ്യാൻ അറിയാമോയെന്ന്. ഞാൻ ഈ ഉണ്ടാക്കുന്ന ഡിഷൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണോ, ഇതിനൊക്കെ എവിടുന്ന സമയം കിട്ടുന്നതെന്ന്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഫുഡെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് നാടൻ ഫുഡ്. നമ്മൾ ഈ പണിയെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് സമാധാനമായിട്ട് ആഹാരം കഴിക്കാൻ, ഇഷ്ടമുള്ള ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ. അതുകൊണ്ട് ഞാൻ നല്ല നാടൻ പച്ചക്കറി തപ്പി ഏതറ്റം വരെയും പോകും. പിന്നെ നന്നായിട്ട് ആഹാരം കഴിക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പണിയെടുക്കണമല്ലോ. അങ്ങനെ ഇതൊക്കെ പണിയെടുത്ത് ഇത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, വേറെ എന്ത് ചെയ്താലും കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും കുറച്ച് സമയം എന്നെക്കൊണ്ടാകാവുന്ന ദിവസം എല്ലാം ഞാൻ തന്നെ കുക്ക് ചെയ്യും. ഒരുപാട് വർഷം കൂടിയിട്ടാണ് ഞാൻ പുഴുക്ക് കഴിക്കുന്നത്. കഴിഞ്ഞ ദിവസം ദിവ്യ അമ്പലത്തിൽ കാർത്തികയ്ക്ക് പോയപ്പോൾ ഉണ്ടല്ലോ, അവിടെ പുഴുക്കുണ്ടായിരുന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മൈൻഡിൽ കയറിയതാണ് ഇനി പുഴുക്കുണ്ടാക്കി കഴിക്കണമെന്ന്. എന്തായാലും ഉണ്ടാക്കി കഴിച്ചപ്പോൾ നല്ല സാറ്റിസ്ഫാക്ഷൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.